ഗൈസ്, അപ്പം ഞാൻ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. ഇല്ല, ഭയങ്കര മിക്സ്ഡ് ഇമോഷൻ. പോണോ പോണ്ടേ അറിയില്ല. അയ്യോ, എനിക്കറിയില്ല, എനിക്ക് പോണ്ട. ആരും എന്നോട് പോണെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോകുന്നത്. എനിക്ക് സ്കൂളിൽ പിള്ളേർ പോകാൻ മടിയുള്ള പോലെ ഇത്രയും കംഫർട്ടൊന്നും പോണ്ടാന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ സോളോ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എവിടെ ചെന്നിട്ട് അത് അവസാനിക്കുമെന്ന് അറിയില്ല, പക്ഷേ നമുക്ക് നോക്കാം. ഇങ്ങനെയാണല്ലോ. അങ്ങനെ കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റി നിർത്തി ഞാൻ വണ്ടി കയറി. സമ്പർക്രാന്തിയാണ് ട്രെയിൻ. ഇനി 2 ദിവസം ഈ ട്രെയിനിലിരിക്കണം. ജനറൽ ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഒരു ബർത്ത് കിട്ടിയപ്പോൾ അവിടെ കയറിയിരുന്നു. ആൻഡ് ഐ ഓൾവേസ് സേസ് ദാറ്റ് സ്ലീപ്പർ ജേർണി ഈസ് എ ജേർണി ബട്ട് ജനറൽ ഈസ് എൻ എക്സ്പീരിയൻസ്. ജനറൽ യാത്ര എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ്. അത്രയും ആളുകളുടെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ അതിനൊരു മനസ്സുകൂടി വേണം, എങ്കിലേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഐ വാസ് ലിറ്ററലി ഹാപ്പി. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ. പിന്നെ എൻ്റെ സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത് മെട്രോ എടുത്ത് GTB നഗറിലോട്ട് എത്തുക എന്നുള്ളതായിരുന്നു. കാര്യം പരിചയമില്ലാത്തവർക്ക് ഡൽഹി മെട്രോ സ്റ്റേഷൻ ഒരു ഇത്തിരി ടാസ്ക്കാണ്. അപ്പം ഞാൻ അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഡീൽ ചെയ്തു. അങ്ങനെ GTB നഗറിന്ന് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജറോദ ഹർദേവ് നഗർ ഗല്ലി നമ്പർ 3. ഡൽഹി ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വെറും 15 രൂപ മാത്രമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജറോദയിലോട്ട്. ജറോദ എന്നുള്ള പ്ലേസ് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവും. ചിലരെങ്കിലും ഡൽഹി മർഡർ കേസിൻ്റെ ഡോക്യുമെൻ്ററി കണ്ടിട്ടുണ്ടാവും. അതേ പ്ലേസ് തന്നെയാണ്. അതേ പ്ലേസിലോട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. ജറോദ ഹർദേവ് നഗർ ഗല്ലി നമ്പർ 3. അങ്ങനെ ഈ ഗല്ലികളിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സുന്ദരനെ കണ്ടു. സുന്ദരനോ സുന്ദരിയോ എന്നറിയില്ല. എനിവേ ഞാൻ റൂമിലെത്തി, ഫ്രഷായി തിരിച്ച് ലോധി ഗാർഡനിലോട്ട് പോയിട്ടിരിക്കുന്ന ഷോർട്സ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ലോധി ഗാർഡനിലോട്ട് പോകുന്ന വഴി തന്നെ ഒരു വലിയ മരം, അത് നിറച്ച് തത്തകൾ കലപില കൂട്ടുന്നത്. അത് കണ്ടപ്പോൾ ഭയങ്കര രസമുണ്ടായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. ലോധി ഗാർഡൻ എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ പാർക്കാണ്. ആൻഡ് ഓൾസോ ഡൽഹിയിലെ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പിക്നിക് സ്പോട്ട് കൂടിയാണ്. നമുക്ക് ഈ ഇസ്ലാമിക് ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ് ലോധി ഗാർഡൻ ഉള്ളത്. അത് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ലോധി ഗാർഡൻ ഇഷ്ടപ്പെടും. പിന്നെ ഡൽഹിയിൽ ഭയങ്കര അല്ല, ഒരു നല്ല തണുപ്പുള്ള ഒരു ടൈമിലാണ് ഞാൻ പോയത്. മാത്രമല്ല സ്പ്രിംഗ് സീസൺ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ കുറേ ഫ്ലവേഴ്സ് എനിക്ക് കാണാൻ പറ്റി. അപ്പം ഡൽഹിനെ എപ്പോഴും ചൂടായിട്ടായിരിക്കും പലരും യാത്ര ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പോയപ്പോൾ ഭയങ്കര നല്ലൊരു കൂൾ വെതറായിരുന്നു. എനിക്കൊരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയൊരു യാത്ര കൂടിയായിരുന്നു ഇത്. ഇവരൊക്കെ നദീറിൻ്റെ ഫ്രണ്ട്സാണ്. നദീർ റൂമിലുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇവരുടെ കൂടിയാണ് ഇപ്പം കറങ്ങി നടക്കുന്നത്. ആൻഡ് നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു അന്ന്. കുറേ ഫ്ലവേഴ്സ് കാണാൻ പറ്റി. അങ്ങനെ നല്ലൊരു ദിവസമായിട്ട് അന്നത്തെ ദിവസം അവസാനിച്ചു. സെക്കൻഡ് ഡേ ഞങ്ങൾ പോയത് ഹുമയൂൺ ടോംബിലോട്ടാണ്. ഹുമയൂൺ ടോംബിലോട്ട് ഞാൻ മുന്നേയും പോയിട്ടുണ്ട്. അന്നത്തെ ഫോട്ടോയും കണ്ടപ്പോഴാണ് ഇപ്പം ഞാൻ എത്രത്തോളം മാറി എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഹുമയൂൺ ടോംബ് ഈ പറഞ്ഞ പോലെ തന്നെ ഡൽഹിയിലെ ഒരു അടിപൊളി സ്പോട്ടാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള. ഹുമയൂൺ ടോംബിന് താജ്മഹലിൻ്റെ ഒരു ചെറിയ കട്ടുണ്ട്. ബിക്കോസ് താജ്മഹലിൻ്റെ മുൻഗാമി എന്നാണ് ഹുമയൂൺ ടോംബ് അറിയപ്പെടുന്നത് പോലും. ആൻഡ് ഓൾസോ ഇത് റെഡ് സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ പിക്ചർ. ഒരു റെഡ് കളറിലാണ് ഉള്ളത്. ആൻഡ് ഞാനും നദീറും കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഹുമയൂൺ ടോംബ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോയി. എനിക്ക് തോന്നുന്നു എല്ലാത്തിനേക്കാൾ ഉപരി നമ്മൾ ഉള്ള ഡെയിലി റുട്ടീനിൽ നിന്നൊന്ന് മാറി നിൽക്കുക, കുറച്ച് ദിവസം ഒന്ന് റിലാക്സ് ചെയ്യുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മനുഷ്യന്മാർക്ക്. അപ്പം എനിക്കറിയാം അത് പറയുമ്പോഴും ട്രാവൽ ചെയ്യുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും പറ്റുന്നതല്ല. പക്ഷേ എങ്കിലും ചിലപ്പോഴൊക്കെ നമുക്ക് പറ്റുമെങ്കിൽ അതിന് ശ്രമിക്കുക. ആൻഡ് ദിസ് വാസ് മൈ കോർ മെമ്മറി ഓഫ് 2025. കാരണം ഡൽഹിയിൽ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് നദീർ പോകുന്നതൊക്കെ റീലിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും കാണാറുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ഇത് വിചാരിച്ചിട്ടില്ല രാത്രി ഞാൻ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് നടക്കുന്ന.
ആൻഡ് ഞങ്ങളെല്ലാവരും കൂടി സൈക്കിൾ ഓടിച്ചിട്ടാണ് പിന്നെ എല്ലായിടത്തേക്കും പോയത്. പിന്നെ മാത്രമല്ല ക്രൗഡഡ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയുണ്ട്. ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല സൈക്കിൾ ഓടിക്കുന്നതിൽ. അപ്പം ഇവരെല്ലാവരും എന്നെ ഭയങ്കര കെയർ ചെയ്തു ഗൈസ്. ഇവരെല്ലാവരും എന്നെ ഒന്ന് നോക്കിയിട്ടാണ് എല്ലാവരും സൈക്കിൾ ഓടിച്ചിരുന്നത്. എനിക്കറിയില്ല അന്നത്തെ രാത്രി ഞാൻ അനുഭവിച്ച സന്തോഷം. ഞങ്ങൾ നേരെ പോയത് ഇന്ത്യ ഗേറ്റിലോട്ടാണ്. എങ്ങനെയുണ്ട്? നമ്മളെവിടെയാ ഉള്ളത്? പോയിക്കൊണ്ടിരിക്കുക. പോട്ടെ. ഇന്ത്യ ഗേറ്റ് അങ്ങ് ദൂരെ ദൂരെ. ഇന്ത്യ ഗേറ്റ്. ഡേ 3 മോർണിംഗ് തന്നെ ഞങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ചിക്കനൊക്കെ മേടിക്കാൻ വേണ്ടി ഇപ്പോൾ കടയിൽ പോയിട്ട് നിൽക്കണം. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര എന്തോ ഒരു പോസിറ്റീവ് വൈബായിരുന്നു അന്ന് മൊത്തത്തിൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ പുറത്ത് പോവാണ്. അതിൻ്റെ അതിനുശേഷം ഫുഡൊക്കെ ഉണ്ടാക്കി രാത്രിയാണ് പിന്നെ ഞാൻ പുറത്തിറങ്ങുന്നത്. അപ്പോഴത്തേനും എനിക്കൊരു പനിയുടെ ചെറിയ ലക്ഷണം വന്നു തുടങ്ങി. കാര്യം ചെറുതായിട്ട് പനിക്കാൻ തുടങ്ങി. പിന്നെ തൊണ്ട വേദനിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി. ഇതൊക്കെ എൻ്റെ വ്ളോഗിൽ ആഡ് ചെയ്യട്ടാ. ശരി. ഒന്നുകൂടെ പറ. സോ ഗായ്സ്, നമ്മള് റമദാനെ വരവേൽക്കാൻ പോവാണ്. ഓക്കെ, അന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലോട്ട് പോയി. ഈവനിങ് ആണ് ഞങ്ങൾ വ്ളോഗ് എടുക്കുക. ബിക്കോസ് രാവിലെ മുതൽ ഞങ്ങൾ റൂമിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ നാളെ ഇനി നോമ്പാണ്. പക്ഷെ എനിക്ക് മൊത്തത്തിൽ ഒരു പനി വരുന്ന എല്ലാ ലക്ഷണവും ഉള്ളതുകൊണ്ട് തന്നെ നാളെ നോമ്പെടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. അങ്ങനെ അത് അപ്പോൾ നമ്മൾ ഓഫീസർ കണ്ടു. അതിനാൽക്കാനെ പോയിട്ട് കൂട്ടണം. എവിടെയോ ആണുള്ളത്. നമ്മൾ ഊബറിൽ കയറി. ഇനി അതിനാൽക്കാനെ കൂട്ടണം. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അറിയില്ല എവിടെയാണ്. അതൊന്നല്ല ഗായ്സ്, ഞാൻ നെതിരുണ്ട്. അതാണ് മെയിൻ ഹൈലൈറ്റ്. ബർബിക്യൂ തുറന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കശ്മീർ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഏതെങ്കിലും ഒരു മലഞ്ചെരുവിൽ സമാധാനമായിട്ട് ഇരിക്കണമെന്ന് കരുതി വന്ന ഞാൻ ഇപ്പോൾ 4 ദിവസമായി ഡൽഹി തന്നെ നിൽക്കണം. അതിൻ്റെ മെയിൻ കാരണം നദീറാണ്. നദീറിനോട് ഇങ്ങനെ നമുക്ക് സൺഡേ മാർക്കറ്റ് പോയിട്ട് പോവാം, തിങ്കളാഴ്ച പോവാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് പനി പിടിച്ചു. അപ്പോൾ ഇനിയും തണുപ്പിലോട്ട് പോയാൽ പ്രശ്നമായിരിക്കും എന്ന് കരുതി ഞാൻ നാളെ ഉദയ്പൂർ പോവാണ്. ഉദയ്പൂർ പോകാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതെൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഈ ബാൽക്കണി വ്യൂ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യും. സോ ഡൽഹിയിലുള്ള എൻ്റെ അവസാനത്തെ ദിവസമാണിന്ന്. അപ്പം നദീറിൻ്റെ കൊണ്ട് പാത്രം കഴുകിപ്പിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 2 ദിവസമേ ഗസ്റ്റ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഗസ്റ്റല്ല, ഇവിടെ പണിയെടുക്കണം എന്ന് പറഞ്ഞു. സാഗരിക ബാത്റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ റൂം മൊത്തത്തിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് റൂം ഭയങ്കര വൈബാണ് കേട്ടോ. നല്ല രസമുള്ളൊരു റൂമാണ്. 4 ദിവസം ഞാനവിടെ നല്ല രസമായിട്ട് തന്നെ നിന്നു. ഇതെന്തായത്? പനിയുള്ള ഞാൻ, അതും കൂടി പറയും, പനിയുള്ള ഞാൻ. സൗണ്ടൊക്കെ മാറിയത് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏത് ക്ലീനില്ലേ, ഇതുകൂടി ക്ലീൻ ആക്കായി. ബൈ. അങ്ങനെ പിന്നെ എൻ്റെ യാത്ര ഒറ്റയ്ക്കായിരിക്കുകയാണ്.
അപ്പം ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. നമുക്കവിടെ റാപ്പിഡോ ബുക്ക് ചെയ്യാൻ പറ്റും. റാപ്പിഡോയിൽ നമുക്കിങ്ങനെ ബൈക്കിൽ പോകാൻ പറ്റും. അതായത് നമ്മൾ ഓട്ടോയിലും ഇതിലൊക്കെ പോകുന്ന പോലെ ബൈക്കിൽ നമ്മളെ ആളുകൾ ആക്കിത്തരും. അത് അറിയാത്തവർക്കായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ റാപ്പിഡോ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ റാപ്പിഡോ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ ഒരു മുഖത്തെ സന്തോഷം കണ്ടില്ല. എന്തിനാണ് സല്യൂട്ട് ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. വെറുതെ ചിലപ്പോൾ എന്നെ തന്നെ ആലോചിച്ച് സല്യൂട്ട് ചെയ്തതായിരിക്കും. അപ്പം ഞാനിപ്പോൾ പോകുന്നത് ഉദയ്പൂരിലോട്ടാണ്. ഇന്ന് ഒരു 7:30ക്കാണ് ട്രെയിൻ. നാളെ രാവിലെ ഞാൻ ഉദയ്പൂരെത്തും. ഈ ചേട്ടനെ ഏതൊക്കെയോ വഴി കൂടെ ആയിട്ട് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചത്. ഒരു ടൈമിൽ എനിക്ക് തോന്നി ഇനി എനിക്ക് വഴി അറിയാത്തതുകൊണ്ട് ഇയാൾ എന്നെ പറ്റിക്കായിരിക്കുമെന്നൊക്കെ തോന്നി. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞാൻ അവിടെ പോയിട്ട് ടിക്കറ്റ് എടുത്തു. അറിയാത്ത റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾക്ക് ഹിന്ദി വായിക്കാൻ അറിയുന്നതുകൊണ്ടും നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ സർവൈവ് ചെയ്യുന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടും നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ സർവൈവ് ചെയ്യും കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ട്രെയിൻ കയറാൻ വേണ്ടി പോവാണ്. ട്രെയിൻ കയറിയപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ഒടുക്കത്തെ തിരക്ക്. അതായത് നമുക്ക് ഇരിക്കാനൂടെ പറ്റാത്ത തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ എങ്ങനെയൊക്കെയോ മുകളിൽ കയറിയിരുന്നു. പക്ഷേ ഒരു 12:30 ആയപ്പോഴത്തേനും തിരക്ക് കുറഞ്ഞു കേട്ടോ. ഇനി നാളെ 9:30 വരെ ഞാൻ ഈ ട്രെയിനിൽ തന്നെ ഇരിക്കണം. രാവിലെ ഞാൻ ഉദയ്പൂർ എത്തുള്ളൂ. എനിക്ക് പനി ഭയങ്കരമായിട്ട് കൂടി. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ചെറിയ അസുഖം പോലും നമുക്ക് ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കും നമ്മുടെ ബോഡി. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. വെള്ളമൊക്കെ ഞാൻ കുടിച്ചു. അങ്ങനെ ഉദയ്പൂർ എത്തിയിട്ട് എന്താ ഉണ്ടായത് എന്നുള്ളത് അറിയാൻ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലവ് യു ഓൾ.